2026 വർഷഫലം. പുണർദ നക്ഷത്രക്കാരെ സംബന്ധിച്ച് മിഥുനത്തിൽ മുക്കാലും കാൽ ഭാഗമാണ് കർക്കിടകത്തിൽ വരുന്നത്. അപ്പൊ ഈ മുക്കാൽ ഭാഗത്തിലുള്ള പുണർദ നക്ഷത്രക്കാർക്ക് നല്ലൊരു സമയമാണ് വരുന്നത്. ലഗ്നത്തിൽ തന്നെയാണ്. ലഗ്നത്തിൽ വ്യാഴം നിൽക്കുന്നതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് 2 വ്യാഴം വരുമ്പോഴാണ്. നിധി, കോശം, ധനം, വാക്ക്. അപ്പൊ നിധിയുണ്ട്, അതിൽ വാക്കുണ്ട്, കോശങ്ങളുണ്ട്, അർത്ഥങ്ങളുണ്ട്, ലാഭങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് വരും. വ്യാഴത്തിന് കർക്കിടക രാശി എന്ന് പറഞ്ഞ ഏറ്റവും ഉച്ചരാശിയും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഏറ്റവും നന്നായിട്ട് തന്നെ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച്, കർമ്മത്തിലേക്ക് ശനീശ്വരൻ ഉണ്ടെങ്കിലും എന്തൊരു ജോലിയുടെ ആവശ്യങ്ങൾക്കാണെങ്കിലും എന്തിനു പോവാണെങ്കിലും ഇവർ വളരെ ശ്രദ്ധിച്ചാൽ ഈ ഒരു വർഷം നമ്മൾ വിചാരിക്കാൻ നല്ല അനുഭവങ്ങൾ നമുക്ക് കിട്ടും. വിചാരിക്കുന്നതിൽ കൂടുതൽ തരാൻ കഴിവുള്ള ഗ്രഹമാണ് വ്യാഴം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ശനി 10ലാണ്, കണ്ടകനാണത്. അപ്പോൾ കണ്ടകശനിയല്ലേ എന്നൊരു ചോദ്യമുണ്ട്. കണ്ടകശനിയേക്കാൾ ഉപരി നമുക്ക് വ്യാഴത്തിന് ഇവിടെ പ്രാധാന്യമുണ്ട്. ശനി നല്ലതാണ്. അതും ആ ശനി നിൽക്കുന്നത് വ്യാഴക്ഷേത്രത്തിലാണ്. അപ്പം നിങ്ങൾ കർമ്മത്തിലൂടെ തന്നെ ധനം സമ്പാദിച്ച് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ശോഭനമായ ഫലങ്ങൾ ഈ ഒരു വർഷം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പുണർദ നക്ഷത്രത്തിന്റെ മുക്കാൽ ഭാഗമുള്ളവർ, കാൽ ഭാഗത്തുള്ള കർക്കിടകത്തിലുള്ള നിൽക്കുന്നവർക്കാണെങ്കിൽ ലഗ്നത്തിലാണ് നിൽക്കുന്നത് വ്യാഴം. അവർക്കും വലിയ പ്രതിസന്ധി ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും.